ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ചുവും അതുപോലെ ഹരിയും കൂടി ഉണ്ടാക്കിയ ഉടമ്പടിയെ പറ്റി രണ്ടുപേരും സംസാരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. നമ്മൾ തമ്മിൽ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുവരെ നമ്മൾ നല്ല സുഹൃത്തുക്കളായിരിക്കും, അത് മതി എന്നൊക്കെ പറയുക കേട്ടോ. അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് ഹരി ഇങ്ങനെ അച്ചുവിനോട് പറയുന്നതെല്ലാം കേട്ട് അച്ചു വിഷമിച്ച് നിൽക്കുകയാണെങ്കിലും ഹരിയുടെ ആഗ്രഹം അല്ലെങ്കിൽ ഹരിയുടെ തീരുമാനം അച്ചു അംഗീകരിച്ചു. ഇപ്പം സംസാരിച്ചത് മുഴുവനും ഹരിയുടെ ഉള്ളിലെ വെറും കോംപ്ലക്സ് മാത്രമാണെന്നും ഞാൻ വലിയ വീട്ടിലെ കുട്ടി, ഹരി അനാഥൻ, വെറുതെ അതൊക്കെ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, ഞാനൊന്നും അങ്ങനെ ചിന്തിക്കുന്നു പോലും ഇല്ല എന്നും പറഞ്ഞ് അച്ചു ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അതൊക്കെ ചിന്തിക്കുന്നുണ്ട് അച്ചു എന്ന് പറഞ്ഞു. ചിന്തിച്ചോളൂ, ആ തോന്നല് ഞാൻ മാറ്റിയെടുക്കുമെന്നും നമ്മുടെ ഈ ജീവിതം നമുക്ക് മാത്രം വേണ്ടിയല്ലല്ലോ ഹരി എന്ന് അച്ചു ഇങ്ങനെ ഹരിയോട് ചോദിക്കുക കേട്ടോ. സേതുമാധവൻ എന്ന എൻ്റെ വല്യേട്ടന് വേണ്ടി കൂടിയല്ലേ എന്നും ചോദിച്ചു കേട്ടോ. അപ്പോൾ ഹരി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക. സേതുവേട്ടൻ ആരുടെ മുന്നിലും തോറ്റു പോകാൻ പാടില്ല, അത് ഞാൻ സമ്മതിക്കില്ല. നമ്മൾ പിരിഞ്ഞ വല്യേട്ടനാ തോറ്റു പോകുന്നത്, അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നും പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ എന്തും സഹിക്കും, എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുമെന്നും പറഞ്ഞു. എന്നോട് ദേഷ്യമൊന്നും അച്ചുവിന് തോന്നരുതെന്ന് പറഞ്ഞപ്പോൾ ഒരു ദേഷ്യവും ഇല്ല, പകരം സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ എന്ന് നമ്മുടെ അച്ചു പറഞ്ഞു. ഒരപേക്ഷ എനിക്കുണ്ട്, നമ്മളിങ്ങനെ തീരുമാനിച്ച വിവരം മറ്റാരും അറിയാൻ പാടില്ല. അവരുടെ മുന്നിൽ നമ്മളെന്നും മാതൃകാ ദമ്പതിമാരായിരിക്കും. എന്താ, ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കുമെന്നും പറഞ്ഞു ഹരി. അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും ഹരി പറയാം. എന്നാൽ പിന്നെ കിടന്നോളാൻ പറഞ്ഞു. അച്ചു കിടന്നു. ഓക്കെ എന്നും പറഞ്ഞു അവിടെ അച്ചു കയറി കിടന്നു. അതിനുശേഷം ഹരിയും ഇങ്ങനെ സൈഡിൽ കിടന്നു. എന്തായാലും രണ്ടുപേരും കൂടി നടുക്കൊരു തലേണയൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കുക കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മുടെ അച്ചു ആണെങ്കിൽ ഹരിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഹരിക്കാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു പേടിയും ഭയമൊക്കെ. ഹരി എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് പേടിച്ചിട്ടേ, പാവം. എന്നിട്ട് പിന്നെ വീണ്ടും അച്ചുവിനെ നോക്കുക. അച്ചു വീണ്ടും ഹരിയെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുവാണ്. ഹരിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല. ഹരി എന്നിട്ട് തിരിഞ്ഞു കിടന്നു. അച്ചുവിനാണെങ്കിൽ ഇങ്ങനെ ഹരിയെ തന്നെ വീണ്ടും നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. ഹരിക്കാണെങ്കിൽ പേടിയാവുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അച്ചു ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട്, അതെ ഈ അകലം കുറഞ്ഞില്ല, അത് ആകുന്നൊരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഇനി കാത്തിരിക്കാൻ പോകുന്നത്, അത് അധികം അകലെയല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നു അച്ചു ഇങ്ങനെ ഹരിയോട് പറഞ്ഞു. സോ ഗുഡ് നൈറ്റ് അതും പറഞ്ഞു നമ്മുടെ അച്ചു ഉറങ്ങി, ഹരിയും ഉറങ്ങി. അങ്ങനെ അവരുടെ കാര്യം ആലോചിച്ചതെല്ലാം അച്ചു ഇങ്ങനെ, ഇവർ പറഞ്ഞതെല്ലാം അച്ചു ഇരുന്ന് ആലോചിച്ച് ഇങ്ങനെ ഹരിയെ തന്നെ നോക്കിയിരിക്കുക പിറ്റേ ദിവസം. അപ്പം ഇത്രയും നേരം നടന്നതെല്ലാം ഇവർ തലേ ദിവസം പറഞ്ഞ കാര്യങ്ങൾ അച്ചു ഓർത്ത കാര്യങ്ങളാണ്. അപ്പം അച്ചു ഇങ്ങനെ ഹരിയെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ അച്ചു ഇങ്ങനെ നോക്കണേ എന്ന് ചോദിച്ചു. അല്ല, വിളിച്ചപ്പോഴേ ഞാനൊന്ന് ദേഹത്ത് തൊട്ടു, കളിയാക്കിയതാണല്ലേ എന്ന് അച്ചുവിനോട് ഹരി ചോദിക്കാം. എൻ്റെ അച്ചു കുറ്റബോധം കൊണ്ടാണ് ഞാൻ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഹരി അച്ചുവിനോട് പറയുക. പിന്നെ എൻ്റെ മനസ്സെന്താണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ എന്ന് അച്ചുവിനോട് ചോദിച്ചു കേട്ടോ. അച്ചുവിനറിയാവോ, അമ്മയുടെ നോട്ടം കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുകയാണെന്നും പറഞ്ഞ്, ശരിയല്ലേ അമ്മ പറയുന്നതൊക്കെ, ഞാൻ അവരെ നാണം കെടുത്തല്ലേ ചെയ്തത്. അപ്പോൾ മൂത്ത മകളുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അമ്മ എന്തു മറുപടിയാണ് പറയുന്നത്? ആർക്കായാലും ദേഷ്യം വരില്ലേ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ ഹരി, ദേഷ്യപ്പെടാനേ എൻ്റെ അമ്മയ്ക്ക് എന്ത് അവകാശം ഉള്ളതെന്ന് ചോദിച്ചു. ആരായിരുന്നു നിഖിൽ? നിഖിലിനെ പോലെ ഒരാളോടൊപ്പം ജീവിക്കാൻ എന്നെ നിർബന്ധിച്ചത് ആരാണെന്നും അച്ചു ഹരിയോട് ചോദിക്കാം. ജാതകപ്രകാരം ഇപ്പം കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നടക്കില്ല എന്ന് ജ്യോത്സ്യന്മാർ പറഞ്ഞതും അമ്മയോട് തന്നെയല്ലേ എന്ന് ചോദിച്ചു അച്ചുവെ. നിഖിലിനെ ഒഴിവാക്കിയപ്പോൾ പകരം എന്തു വേണമെന്ന് വല്യേട്ടൻ ചിന്തിച്ചു. എൻ്റെ കല്യാണം ഒരു കാരണവശാലും മുടങ്ങരുത് എന്ന് വല്യേട്ടൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ തെളിഞ്ഞ വഴിയാ ഹരി. എന്തോ എനിക്ക് കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാനൊന്നും പറ്റുന്നില്ല അച്ചു. അതാണോ ശരി, ഇതാണോ ശരി, എനിക്കറിയില്ല. മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഹരി ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് അറിയാവോ? ശരിക്കും സേതുവേട്ടനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ സേതുവേട്ടനെ ഞാൻ പറ്റിക്കേ ഒരിക്കലും ഇല്ല അച്ചു, ഒരിക്കലും എനിക്കതിന് കഴിയില്ല. എൻ്റെ കാണപ്പെട്ട ദൈവം എൻ്റെ സേതുവേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ, എന്നാ ആ കാണപ്പെട്ട ദൈവത്തെയാ ഹരി വഞ്ചിക്കുന്നതെന്ന് പറഞ്ഞു. സേതുവേട്ടൻ ഇപ്പം എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നമ്മൾ നല്ല സന്തോഷത്തോടെ ഹണിമൂണൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലേ? സത്യമാണോ അത് എന്ന് അച്ചു ഇങ്ങനെ ഹരിയോട് ചോദിച്ചപ്പോൾ ഹരിക്കൊന്നും പറയാനില്ല. കട്ടിലിൻ്റെ ഒരറ്റത്ത് ഞാൻ, വേറൊരറ്റത്ത് ഹരി, നടുക്ക് തലയെണ്ണ. പക്ഷെ ആ വല്യേട്ടൻ ഒന്നും അറിയുന്നില്ലല്ലോ, നമ്മൾ പറയുന്നുമില്ല. കബളിപ്പിക്കലല്ലേ ശരിക്കും പറഞ്ഞാൽ അത് പിന്നെ അച്ചു ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല കേട്ടോ. കാത്തിരിക്കാനേ ഞാൻ തയ്യാറാ ഹരി, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും. അതെ, ഹരിയുടെ മനസ്സ് മാറുമെന്നേ എനിക്ക് ഉറപ്പുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഹരിക്ക് ഒത്തിരി മനസ്സിന് സമാധാനം ഉണ്ടാവുകയാണ് അച്ചുവിനെ പറ്റി ആലോചിച്ച്. അങ്ങനെ നമ്മുടെ അച്ചു അവിടുന്ന് എഴുന്നേറ്റ് പോയി. അത് കഴിഞ്ഞപ്പോൾ ഹരി ഇങ്ങനെ അവിടെ സങ്കടപ്പെട്ടിരിക്കുക.
ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ഇന്ദ്രനെ ആട്ടോ. ഇന്ദ്രനും വക്കീലും കൂടെ നിന്ന് സംസാരിക്കുക. അതെ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, അത് അറിയിക്കാൻ വേണ്ടി വന്നതാണെന്ന് വക്കീൽ പറഞ്ഞു. അപ്പം എന്താണെന്ന് ചോദിച്ചു. പല്ലവി അപ്പീലിന് പോയി, ഇനി നിയമയുദ്ധം നടക്കാൻ പോകുന്നത് അങ്ങ് ഹൈക്കോടതിയിലാണെന്ന് വക്കീൽ പറയാം. എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കും. അപ്പം നമ്മൾ പേടിച്ചത് തന്നെ സംഭവിച്ചല്ലേ വക്കീലേന്ന് ചോദിക്കുക. ഇന്ദ്രൻ, എന്ത് ഗ്രൗണ്ട് ഉണ്ട് അവൾക്ക്? പുതുതായിട്ട് എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും വേണ്ടേ അവൾക്ക്? ഇല്ലാതെ അവൾ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിക്കാം. എന്തായാലും കീഴ്ക്കോടതി പറഞ്ഞതിനപ്പുറം അവൾക്ക് മേൽക്കോടതിയിലൊന്നും പറയാനുണ്ടാവത്തില്ല. അപ്പൊ പിന്നെ അവൾ എങ്ങനെ കേസ് ജയിക്കും? വക്കീൽ പറ. കുടുംബ കോടതിയിൽ നമ്മൾ ജയിച്ചതുപോലെ ഈസി ആയിട്ട് ഹൈക്കോടതിയിലും നമ്മൾ ജയിക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നതെന്ന് വക്കീലിനോട് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ, അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എതിരെ പുതിയതായി കുറച്ച് പരാതികളും കാര്യങ്ങളും ഒക്കെ ഹൈക്കോടതിയിൽ കൊടുത്ത് ആ ഒരു ഇതിൽ പറയുന്നുണ്ടെന്നുള്ള കാര്യവും വക്കീൽ പറഞ്ഞു. പിന്നെ അവള് ഈ വീട്ടിൽ വന്ന് താമസിച്ചിരുന്നെന്നും ആ സമയത്ത് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നും ആ ശ്രമം ഗാർഹിക പീഡന നിരോധന നിയമം എന്ന ആ ഒരു ഇതിൻ്റെ കീഴിലാണെന്നും ഹൈക്കോടതിയിൽ കൊടുത്തതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് വേണമെന്നാണ് ഇപ്പോഴത്തെ പല്ലവിയുടെ വാദം എന്ന കാര്യവും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇന്ദ്രനൊന്ന് പെട്ടു എന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വക്കീലെന്ന് ചോദിച്ച് നിൽക്കുമ്പോഴാണ് അമ്മ മഹാറാണി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ കുഴപ്പമാവോ വക്കീലെ എന്ന് ഇന്ദ്രൻ ചോദിക്കുക കേട്ടോ. നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല, 50-50 ചാൻസ് ആണിതിൽ. നമ്മൾ നന്നായി തന്നെ ശ്രമിക്കണം. അവരും ശ്രമിക്കും. കോടതി ആരുടെ ഭാഗത്ത് നിൽക്കുമെന്നുള്ളത് വിധി വന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു വക്കീലെ, ഞങ്ങളൊന്നും അവൾ ഉപദ്രവിച്ചിട്ടില്ല. പരാതിയിൽ അവൾ പറയുന്നതൊക്കെ ശുദ്ധ നുണയാണെന്ന് രാജലക്ഷ്മി പറയുക വക്കീലിനോട്. അത് എനിക്ക് മനസ്സിലായതാ. പക്ഷെ അങ്ങനെയൊക്കെ പറയാൻ തീരുമാനിച്ചത് ആ പല്ലവിയുടെ വക്കീലിനും ചെറിയൊരു ബുദ്ധി ആയിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഈ വക്കീൽ പറയുക. അപ്പം അത് കേട്ടപ്പോൾ ഇവരിങ്ങനെ നിൽക്കുക. അതെ, ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് എപ്പോഴും ആനുകൂല്യമായിട്ട് കിട്ടുന്ന ഒരു വകുപ്പാണ് അത്. അപ്പോൾ അതിൽ പിടിച്ചു കയറാനായിരിക്കും. ജീവന് ഭീഷണിയുണ്ടെന്നുള്ള സാഹചര്യം വന്നാൽ കോടതി ഉറപ്പായിട്ടും ഡിവോഴ്സ് അനുവദിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് സംഭവിക്കാൻ പാടില്ല വക്കീലെ. അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾക്കത് വലിയ നാണക്കേടാകുമെന്ന് അമ്മയും മോനും കൂടെ വക്കീലിനോട് പറയാം. ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് പോലും ഒരു കാര്യമില്ല വക്കീലെ എന്നൊക്കെ മകൻ പറഞ്ഞു കൊടുക്കുവാണ്. ഒരേ ഒരു ദിവസം അത് മതി എനിക്ക് അവളെ ഭാര്യയാക്കി കിട്ടാൻ. പക്ഷെ അത് വേണം, അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല എന്ന് ഇന്ദ്രൻ ഇങ്ങനെ പറയുമ്പോൾ വക്കീൽ പോലും മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കാം. നേരിട്ടും തയ്യാറല്ല, കുറുക്ക് വഴിയും ഞാൻ തയ്യാറല്ല. അപ്പം പേടിക്കേണ്ട, ഞാനുണ്ടല്ലോ, നമുക്ക് വഴിയുണ്ടാക്കാം എന്നും പറഞ്ഞു വക്കീൽ. ശത്രുവിൻ്റെ ശത്രു മിത്രം ആണെന്നുള്ളത് അറിയാമല്ലോ. ആ പോയിന്റ് പിടിച്ചാണ് നമ്മൾ ഇത്തവണ കളിക്കാൻ പോകുന്നതെന്നിങ്ങനെ പറയുമ്പോൾ എങ്ങനെ വക്കീൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു ഇന്ദ്രൻ. ഒരു മിനിറ്റേ എന്നും പറഞ്ഞ് ഇന്ദ്രനെ മാറ്റി നിർത്തി പറയുന്നു. എത്ര വലിയ വക്കീലിനെ കൊണ്ടുവന്നാലും അത്ര പെട്ടെന്നൊന്നും നമ്മളെ തോപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അത്ര സ്ട്രോങ് ഡിഫൻസ് ആണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് വക്കീൽ പറഞ്ഞപ്പം, അതെ ഞാൻ വക്കീലിനെ വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞ് വക്കീൽ നിൽക്കുന്നത് എല്ലാം വക്കീലിൻ്റെ കയ്യിലാണെന്നും അവസാനം കൈമാറത്തി കാണിക്കരുത്, എൻ്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് കയറിപ്പോയി. ഇന്ദ്രനകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ എന്ത് വില കൊടുത്തിട്ട് നോക്കി കേസ് ജയിക്കണം വക്കീലെ, അവളുടെ മുന്നിൽ തോക്കുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്ന കാര്യമല്ലെന്നും രാജലക്ഷ്മി പറയാം. അപ്പോൾ പേടിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വക്കീൽ നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോയി. രാജലക്ഷ്മി ഇങ്ങനെ അവിടെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പല്ലവി ഇങ്ങനെ പൊന്നുമടത്തിൽ ഇരിക്കുന്ന ഈ സമയത്ത് അങ്ങോട്ടേക്ക് പ്രതാപനും നിഖിലിൻ്റെ അമ്മയും അതുപോലെ പത്മജയും കൂടെ വരും കേട്ടോ. വന്നിട്ട് ഇങ്ങനെ പല്ലവിയെ ഞൊട്ടി വിളിച്ചു. ചേച്ചിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു പല്ലവി. ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പല്ലവി വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. വിളിച്ചു, അമ്മ ഇറങ്ങി വന്നു. അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു വല്ലാത്തൊരിതുപോലെ പൂർണ്ണിമയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞൊരു ചമ്മലും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ അവരെ കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രതാപൻ ഇങ്ങനെ ആകെ ചമ്മി ഇരിക്കുക. മാധവ മേനോന്റെ 2ാം ഭാര്യയാണ് പൂർണിമ എന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ഞങ്ങൾ ഈ കല്യാണത്തിന് സമ്മതം മൂളില്ലായിരുന്നു എന്നും അതിൻ്റെ ഒരു തെറ്റ് ഞങ്ങൾക്ക് പറ്റിപ്പോയെന്നും നിഖിലിൻ്റെ അമ്മ പറയാം. പ്രതാപൻ ഈ ബന്ധത്തിന് ഒരു പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിന് നിന്നതെന്നൊക്കെ ശ്രീദേവി പറയാം. കല്യാണം മുടങ്ങിയപ്പോൾ ആരാ നാണം കെട്ടത് എന്നൊക്കെ അറിയാവല്ലോ അല്ലേന്നും ചോദിച്ചു. പ്രതാപൻ ഇങ്ങനെ ആകെ ശോകമായിട്ടിരിക്കാം. അപ്പം ആരുടെ കുറ്റം കൊണ്ടാ കല്യാണം മുടങ്ങിയത്? അച്ചുവിൻ്റെ കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ എന്ന് പല്ലവി പറയുമ്പോൾ പിന്നെ ആരുടെ കുറ്റം കൊണ്ടാ എന്ന് ചോദിച്ചു. എൻ്റെ മോൻ്റെ കുറ്റം കൊണ്ടാണോ എന്ന് ചോദിച്ചു നിഖിലിൻ്റെ അമ്മ. അല്ലെങ്കിൽ തന്നെ ഈ സമയത്ത് കയറി സംസാരിക്കാൻ നീ ആരാ എന്ന് പല്ലവിയോട് ചോദിക്കുവാണ് ഇവർ.
ബാല്യക്കാരുടെ സ്ഥാനത്ത് തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പല്ലവിക്ക് ദേഷ്യം വന്നു കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് പൂർണിമാമ, അമ്മയെ ആര് കുറ്റപ്പെടുത്തിയാലും എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പല്ലവി പറയുമ്പോൾ ഇവരിങ്ങനെ ഇരിക്കുക മൂക്കും തൂത്തോണ്ട്. ആ സമയം പല്ലവി വേണ്ട, ഒന്നും പറയണ്ട, അവർ പറഞ്ഞോട്ടെ എന്ന് പൂർണിമ പല്ലവിയോട് അന്നേരം പറഞ്ഞു കേട്ടോ. പറയാനുള്ള അവകാശം അത് അവർക്കുണ്ടല്ലോ എന്നും പറഞ്ഞു. അപ്പം അത് കേട്ട് ഒന്നും മിണ്ടാതിരിക്കുക. അപ്പം എൻ്റെ മോളുടെ കല്യാണം നടന്നു, അതുപോലെ അല്ലല്ലോ അവരുടെ മോൻ്റെ അവസ്ഥ എന്ന് പൂർണിമ ഇങ്ങനെ പറയുക കേട്ടോ. പ്രതാപൻ അന്നേരം ഭയങ്കര ഇതിലിരിക്കുക. അവരെന്തു പറഞ്ഞാലും അത് കേൾക്കാനുള്ള ബാധ്യത എനിക്കുണ്ടെന്നും പൂർണിമ പറയുമ്പോൾ, ചേച്ചി വഴക്കിടാനൊന്നും അല്ല കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പ്രതാപൻ പറയുവാണേ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, പിന്നെ വിധി അല്ലാണ്ട് പിന്നെ അതിനെന്താ പറയുന്നത്? അങ്ങനെ കരുതി നമുക്കെല്ലാം തൽക്കാലം സഹിക്കാം, അല്ലെങ്കിൽ തൽക്കാലം ക്ഷമിക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്തിനാ പ്രതാപേട്ട ഇങ്ങനെ വളച്ചു കെട്ടുന്നത്? വന്നത് എന്തിനാണെന്ന് തുറന്നങ്ങ് പറഞ്ഞുകൂടെ? നീ പത്മജ അന്നേരം ചോദിക്കാം. അത് പിന്നെ ചേച്ചി, അതെ, എന്തായാലും ഇക്കല്യാണം മുടങ്ങി, പകരം അത് മറ്റൊരു വിവാഹം നടത്തിയാലോ എന്നാ ഞങ്ങൾക്കേ എന്നിങ്ങനെ പറയുമ്പോൾ ഇവർ നോക്കുമോ മറ്റൊരു വിവാഹമോ, അതേത് വിവാഹം? അപ്പം പല്ലവി ഇങ്ങനെ നോക്കിയിരിക്കുക. പൂർണിമ ഇങ്ങനെ പല്ലവിയെ നോക്കുവാണേ. പല്ലവി പൂർണിമയെ നോക്കുന്നു. ഇവർക്ക് രണ്ടുപേർക്ക് മനസ്സിലായില്ല. അപ്പോഴത്തേക്കും ശ്രീദേവി തുറന്നു പറയാലോ, നിഖിലിന് ഋതുകയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, എനിക്കും അത് ഇഷ്ടമാണെന്നും എന്തു പറയുന്നു എന്ന് പൂർണിമയോട് ഇവർ ചോദിച്ചു. അത് കേട്ടപ്പോഴത്തേക്കും പല്ലവി ഞെട്ടി. എന്ത് പറയുമെന്ന് ഓർത്ത് ഇങ്ങനെ വല്ലാതായിട്ട് ഇരിക്കുമ്പം നടക്കില്ല എന്ന് സേതു വന്നങ്ങ് പറഞ്ഞു. അപ്പോൾ പൂർണിമ ഇങ്ങനെ നോക്കുക കേട്ടോ സേതുവിനെ. അപ്പോഴാ പല്ലവിക്കൊന്ന് സമാധാനമായത്. നിഖിലിന് ഈ വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് പൂർണിമ പറയട്ടെ എന്ന് സേതുവിനോട് നിഖിലിൻ്റെ അമ്മ പറയുക. ചേച്ചി, നല്ല ആലോചന തന്നെയാണ് ഇത്. എന്നായാലും ഋതുകയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചല്ലേ പറ്റത്തുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ അത് നടക്കുകയും ചെയ്യും. എന്നാൽ പിന്നെ ഇപ്പോഴായാൽ എന്താ കുഴപ്പം? അപ്പം കുഴപ്പമുണ്ട്. ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല എന്ന് സേതു പറഞ്ഞപ്പം നിന്റെ സമ്മതം ആർക്കു വേണം എന്ന് പൂർണിമ സേതുവിനോട് ചോദിക്കുക. പ്രതാപനും കെട്ടിയോളം അന്തം വിട്ടിങ്ങനെ നോക്കുക. എൻ്റെ പെൺമക്കളെ നിനക്ക് ബോധിക്കുന്നവർക്ക് മാത്രമേ കെട്ടിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്ന് വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് പൂർണിമ സേതുവിനോട് ചോദിച്ചു. അപ്പോൾ പ്രതാപൻ ഇരുന്ന് ചിരിക്കുക കേട്ടോ. പിന്നെ ഋതികയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഒരു കുഴപ്പമില്ല, അഹങ്കാരത്തിന് കിട്ടുന്നതാണെന്നല്ലേ കരുതാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്നായി പിന്നെ അമ്മ സേതുവിനോട്. നിങ്ങൾ പറഞ്ഞ നിർദ്ദേശം എനിക്ക് സമ്മതമാണെന്ന് പൂർണിമ പറഞ്ഞപ്പോഴത്തേക്കും സേതുവും പല്ലവിയും ഞെട്ടി. പ്രതാപനും ഒക്കെ ഭയങ്കര സന്തോഷമായി. നിഖിലിനെ കൊണ്ട് എൻ്റെ മകളെ ഋതികയെ കെട്ടിക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് സേതുവിനോടുള്ള വാശി തീർക്കാൻ വേണ്ടി പൂർണിമ പറയുവാണ്. അത് കേട്ട് സേതു ഒക്കെ ഇങ്ങനെ ആകെ വല്ലാണ്ടായി നിൽക്കുമ്പോൾ, അമ്മേ അത് വേണ്ട, ശരിയാവില്ല ആ ബന്ധം എന്ന് നമ്മുടെ പല്ലവി അന്നേരം തന്നെ പറഞ്ഞു. ആരും എന്നെ തിരുത്താൻ നോക്കണ്ടെന്നും ഞാനത് തീരുമാനിച്ച് കഴിഞ്ഞതാണെന്നും നമ്മുടെ പൂർണിമ പറയണു. പ്രതാപ, കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഈ കല്യാണം നടക്കണമെന്നും പൂർണിമ പറയുക. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പ്രതാപനും ഭാര്യയ്ക്കും. കാരണം അടിച്ചു മാറ്റാൻ ഉള്ളതൊക്കെ കിട്ടുമെന്നെങ്കിൽ പോരുമല്ലോ. അപ്പോൾ എല്ലാം തീരുമാനിക്കുന്നതിന് മുൻപ് എൻ്റെ അഭിപ്രായം അറിയണ്ടേ എന്ന് ഋതിക വന്ന് ചോദിച്ചു. അങ്ങനെ ഒരു പതിവില്ല അമ്മേ എന്ന് ചോദിച്ചപ്പോൾ, നിനക്ക് സമ്മതമായിരിക്കുമല്ലോ, എനിക്കത് അറിയാമെന്ന് പൂർണിമ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തമ്മിലേ നല്ല ചേർച്ചയടി മോളെ എന്ന് പറയുമോ പ്രതാപൻ. സത്യത്തിൽ അവന്തികയെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് നിന്നെയായിരുന്നു. എൻ്റെ മരുമകളാകാനെ എന്തുകൊണ്ടും യോഗ്യതയുള്ളത് അവൾക്കല്ല നിനക്കാണെന്നും നിഖിലിൻ്റെ അമ്മ പറയുവാണ്. അപ്പോൾ ഇവൾക്ക് സമ്മതമായിരിക്കും, ഇവളുടെ മുഖം കണ്ടാൽ അറിയില്ലേ എന്ന് പത്മജ ചോദിച്ചപ്പോൾ എനിക്ക് സമ്മതമല്ല എന്ന് നമ്മുടെ ഋതിക അങ്ങ് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ സേതുവിൻ്റെ ശ്വാസം നേരെ വീണത്. എനിക്കിപ്പോൾ കല്യാണവും വേണ്ട എന്ന് ഋതിക പറയുക. അപ്പോഴേക്കും ഇവരെല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. അപ്പോഴാണ് പല്ലവിക്കും സമാധാനമായത്. ഋതു മോളെ, നീ ചേച്ചി അന്വേഷിച്ചു വന്ന് അനിയത്തെ കെട്ടുന്ന ഏർപ്പാട് നാട്ടിൽ പലയിടത്തും നടക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അതിവിടെ നടക്കില്ല എന്ന് ഋതിക മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു. എനിക്ക് ആ രീതിയോട് ഒട്ടും താല്പര്യപ്പെടാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതുമാത്രമല്ല നിഖിലിനെ എനിക്കൊട്ടും ഇഷ്ടമായിട്ടും ഇല്ല എന്ന് പറഞ്ഞു. അവർക്കൊക്കെ ആകെ ചമ്മലായിപ്പോയി, നിഖിലിൻ്റെ അമ്മയ്ക്കൊക്കെ. പൂർണിമ എന്നൊരു അന്തം പെട്ടിങ്ങനെ ഇരിക്കാം. അതുകൊണ്ട് ഈ കല്യാണം നടക്കില്ല, ആര് ശ്രമിച്ചാലും നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പം പൂർണിമയെ ഋതിക തന്നെ അവളെ നാണം കെടുത്തിയെ ഇത്രയും നേരം പൊക്കി പിടിച്ച മോളാണ്. അപ്പം പല്ലവി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. മോളെ, നീ ശരിക്കും ആലോചിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ആലോചിക്കാനേ ഒന്നുമില്ല, എൻ്റെ തീരുമാനം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് ഋതിക ഇവരോട് മുഖത്ത് നോക്കി പറഞ്ഞു. ഞാനും അമ്മയെപ്പോലെ തന്നെയാ, ഒരു തീരുമാനം എടുത്താലേ ഞങ്ങൾ രണ്ടുപേരും പിന്നെ അതിൽ നിന്ന് ഒരിക്കലും മാറില്ല എന്നും പറഞ്ഞ് അമ്മയെ അതിനും കൂടെ സൈഡ് പിടിപ്പിക്കുവാണ് മകള്. ഇത് കേട്ടപ്പോൾ നമ്മുടെ സേതുവിനൊക്കെ അടക്കം ചിരിക്കാനാണ് തോന്നിയത്. വാ പ്രതാപ, എൻ്റെ മോന് കൊള്ളാവുന്ന പെണ്ണ് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് ഈ നിഖിലിൻ്റെ അമ്മ എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോൾ, അല്ലേ ചേച്ചി അത് പിന്നെ
വാ പ്രതാപ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക കേട്ടോ. അങ്ങനെ പോട്ടെ പൂർണിമയെന്നും പറഞ്ഞ് അവർ പോവുകയാണേ. അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് ഋതികയെ പിടിച്ചൊരു തള്ളും തള്ളി ചേച്ചി പുള്ളിക്കാരി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ചേച്ചി അത് എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപനും അവിടെ നിന്ന് പോയി. പ്രതാപനും ഇനിയൊന്നും മിണ്ടാൻ പറ്റിയില്ല. ഈ സമയത്ത് സേതുവും പല്ലവിയും സകല ദൈവങ്ങൾക്ക് നന്ദി പറഞ്ഞ് അവിടെ നിൽക്കുക. പൂർണിമയാണെങ്കിൽ ആകെ വല്ലാതായി അവിടെ ഇരിക്കുക കേട്ടോ. ഈ സമയത്ത് ഇവരോടുള്ള വെറുപ്പ് കൊണ്ടാണെങ്കിലും അങ്ങനെ ഒരു ഇത് സംഭവിച്ചതിൻ്റെ സന്തോഷത്തിൽ അവർ രണ്ടുപേരും നിൽക്കുമ്പോൾ ഋതിക ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഋതിക അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ പൂർണിമ ഭയങ്കരമായിട്ടങ്ങും നാണം കേട്ടോ അവിടെ ഇരിക്കുക. സേതുവിനോട് പകരം വീട്ടാൻ നോക്കിയതല്ലേ, തോറ്റു പോയില്ലേ, അവിടെ തോപ്പിച്ച് കളഞ്ഞില്ലേ മക്കള്, അതിൻ്റെ ഒരു നാണക്കേടിൽ അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ പല്ലവി നേരെ ഋതികയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ഋതിക അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ പല്ലവി ചെന്നിട്ട് പറഞ്ഞു, ഞാൻ കരുതിയത് ആ പ്രപ്പോസല് ഋതിക സ്വീകരിക്കുമെന്നുള്ളതായിരുന്നു, സ്വീകരിച്ചില്ലല്ലോ, നന്നായി എന്ന് പല്ലവി പറഞ്ഞു. അപ്പോൾ കിട്ടിയ ഒരുത്തനെ കെട്ടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ആരുടെയെങ്കിലും വീട്ടിൽ ജീവിക്കുക, ഇതൊക്കെ നീ ചെയ്യുമായിരിക്കും, ഞാനൊരിക്കലും അതൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ഋതിക. പല്ലവി അല്ല ഋതു എന്ന് പറയുന്നത് കേട്ടപ്പം നിഖിലെ വീട്ടിലെ ആർക്കും ചേരുന്ന ഒരു ബന്ധമേ അല്ല. എന്നിട്ടും പ്രതാപൻ വന്നു പറഞ്ഞപ്പോൾ അമ്മ എന്തിനാ സമ്മതിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പല്ലവി വന്ന് പറഞ്ഞു. നീ എന്തിനാ ഭാരിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നേ, നിന്നെ ബാധിക്കുന്ന വിഷയമൊന്നും അല്ലല്ലോ ഇതൊന്നും. അപ്പോഴേക്കും നമ്മുടെ സേതു അങ്ങോട്ടേക്ക് വന്നു ഈ സംസാരം കേട്ടുകൊണ്ട്. അപ്പൊ സേതു വന്ന് നിൽക്കുന്നത് ഋതിക കാണുകയും ചെയ്തു. അപ്പൊ ഋതികയുടെ അഹങ്കാരം എന്ന് പറഞ്ഞ തലയ്ക്ക് മുകളിലല്ലേ. അപ്പോൾ സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓ അറിയേണ്ടത് ഇങ്ങേർക്കായിരുന്നു അല്ലേ എന്നതേ ഋതിക ചോദിക്കുക കേട്ടോ. അപ്പോൾ പല്ലവി തിരിഞ്ഞു നോക്കി. അപ്പോൾ സേതുവിനെ കണ്ടു. എന്നാൽ ഞാൻ പറഞ്ഞു തരാം അമ്മ എന്തുകൊണ്ടാ ആലോചന സ്വീകരിച്ചതെന്ന്. അതിൻ്റെ കാരണം അത് അമ്മയോട് തന്നെ ചോദിക്കണം. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഇത് റിജക്റ്റ് ചെയ്തു, അതിൻ്റെ കാരണം നീയൊന്നും കരുതുന്ന കാരണങ്ങളേ അല്ല എന്നും ഋതുക പറയുക കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക. അച്ഛൻ്റെ വിൽപത്ര പ്രകാരം 1 കൊല്ലത്തിനുള്ളിൽ എൻ്റെ വിവാഹം നടക്കണം, എങ്കിൽ മാത്രമേ വിൽപത്രത്തിന് വാല്യൂ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം ഋതുക പറയുക. ഞാൻ കെട്ടിയില്ലെങ്കിലോ അത് ക്യാൻസൽ ആവത്തില്ലേ, അതാണ് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്, അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ നിന്നെയും ഇയാളെയും ഞാനിവിടെ വാഴിക്കില്ലെന്നും ഋതുക പറയാം. ഓ എൻ്റെ പൊന്നേ, അതൊക്കെ പറഞ്ഞ ഋതുക ഇങ്ങനെ കുറേ അഹങ്കരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഒരു പ്രേമത്തിൽ പോലും ചെന്ന് ചാടാതെ ഞാൻ ജീവിച്ചത്. അച്ചുവിൻ്റെ കല്യാണമോ നിങ്ങൾ നടത്തി, ഇനി എൻ്റെ കല്യാണം നടത്താൻ നിങ്ങളൊന്ന് നോക്ക്, സാധിക്കില്ല എന്ന് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നും പറഞ്ഞ ഋതിക പറയാം. അടുത്ത കൊല്ലം ഇതേ സമയമാകുമ്പോൾ താൻ ഈ വീടിൻ്റെ പുറത്താകുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഋതിക വലിയ അഹങ്കാരത്തോടു കൂടി പറയുമ്പോൾ സേതു പോടി എന്നുള്ള രീതിയിൽ ചിരിക്കുക. അപ്പോൾ അന്ന് കിട്ടിയ അടിയുടെ ചൂട് മാറിയെന്ന് തോന്നുന്നല്ലോ എന്ന് നമ്മുടെ സേതു ചോദിച്ചു. ഒരെണ്ണം കൂടി തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഋതികയുടെ കയ്യിൽ നിന്ന് പോയല്ല. ഋതിക ഇങ്ങനെ ആകെ മാറിയിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ പല്ലവി ഇങ്ങനെ ചിരിക്കുക. അങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആസ്വദിക്കാട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി. ബൈ ബൈ.